Ladies and gentlemen, Balan the Boy. Directed by Chidambaram, writer Jithu Madhavan, Vivek Harshande editing, Sushin Shyaminte music, cinematography by Shaiju Khalid. ടെക്നിക്കൽ സൈഡിനെ പറ്റി ഞാൻ ആളല്ല പറയാൻ, ബിക്കോസ് ഇതിലെ ഫ്രെയിംസ് കണ്ട് നമ്മൾ ചിലപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഈ സിനിമയിലെ ഓരോ ഫ്രെയിം അതായത് ഒരു നല്ല ഒരു ഫ്രെയിം അല്ലാത്തൊരു ഫ്രെയിം ഈ പടത്തിൽ ഇല്ല. ഒരു നോർമലായിട്ടുള്ള ഒരു ഫ്രെയിം, അതെന്ത് മാജിക്ക്, അതെന്ത് ഇങ്ങനെ ഫ്രെയിം വെക്കോടെ. അതേപോലെ എടുത്തു പറയേണ്ട വേറെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, റീ റെക്കോർഡിംഗ് ആൻഡ് മിക്സിങ് ഷിജിൻ മെൽവിൻ ഹ്യൂട്ടോൺ ആൻഡ് ഷബാസ് ഖാൻ, ബൂം ഓപ്പറേറ്റർ. സിങ് സൗണ്ട് ആണ് ഈ പടം. സൗണ്ട് ഡിസൈനിങ്, എൻ്റെ അമ്മ എന്തൊരു സൗണ്ട് ഡിസൈൻ ആയിരുന്നത്. നമ്മൾ ലിറ്ററൽ വി വിൽ നെവർ ഫീൽ വി ആർ വാച്ചിങ് എ മൂവി. അങ്ങനത്തെ ലെവൽ ഓഫ് ക്ലാസ് സിനിമ മേക്കിംഗ് ആണ് ഞാൻ ഇന്ന് കണ്ടത് ഈ പടത്തിൽ. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. അതേപോലെ പെർഫോമൻസ് ഇതിൽ ഗിരീഷ് ഏടിയൊക്കെ ഉണ്ട് കേട്ടോ. ഗിരീഷ് ഏടി ഉണ്ട്, ബീന ആൻ്റണി. മെയിൻ ആയിട്ടുള്ളത് ഒരു ആരാ, പുള്ളിക്കാരുടെ പേരെന്താ നടിയുടെ, ഓക്കെ, ആദിശേഷൻ KR. ആദിശേഷനാണ് പയ്യനായിട്ട് അഭിനയിച്ചത് തോന്നുന്നു. ഫർസാന പലിന്തിങ്കൽ, ഐ തിങ്ക് ഇറ്റ്സ് യു. മാൻ, വാട്ട് എ പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫ് പുള്ളിക്കാരി അങ്ങ് തൂക്കി ഈ പടത്തിൽ. ഓഹോ, ദാറ്റ് വാസ് ക്രേസി ഗുഡ്. അതേപോലെ ലാൽ ജൂനിയർ, നമ്മുടെ ലാലിൻ്റെ മകൻ, പെൻഡാബുലസ്, കിടിലം. ഇതിൽ ടൊവിനോ ഉണ്ട്. നിങ്ങൾക്കത് സർപ്രൈസ് ആണെങ്കിൽ എനിക്കറിയാം. ട്രെയിലറിലൊരു മിന്നായം പോലെ പുള്ളിയെ കാണിക്കുന്നുണ്ട്. കിടിലമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. കിടിലം പെർഫോമൻസും ക്ലാസ് മേക്കിങ്ങും ആണ് ഈ പടം. സെക്കൻഡ് ഹാഫ് ഒരു ഭയങ്കര ടിപ്പിക്കൽ പ്രഡിക്റ്റബിൾ പരിപാടിയായി പോയി. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് സോ ഗുഡ്. ഫസ്റ്റ് ഹാഫിൽ ഒരു അമ്മ ഉണ്ട് കേട്ടോ, ഒരു അമ്മച്ചി. വേറെ ലെവൽ അമ്മച്ചി. എന്താ അമ്മച്ചി, വേറെ ഫ്രീക്ക് അമ്മച്ചി. ഈ സിനിമയിൽ അങ്ങനെ ഞാൻ കുറേ കിടിലം കുറേ ക്യാരക്ടേഴ്സ്. ഈ സിനിമ കംപ്ലീറ്റ്ലി ഒരു ക്യാരക്ടർ ഡ്രിവൺ സിനിമയാണ്. അതേപോലെ തന്നെ പെർഫോമൻസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. നിങ്ങളൊരു മഞ്ഞിമൽ ബോയ്സും ഒരു ജാനയും മഞ്ഞൊന്നും പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ പോകരുത്. ദിസ് ഈസ് എ സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് വെരി സ്ലോ ബേൺ, ഭയങ്കര ഫസ്റ്റ് ഹാഫിലൊരു ഭയങ്കര ഒരു മിസ്റ്ററിയും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെൻ്റൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫോട്ട് വരുമ്പോൾ അത് ഗ്രാജുവലി അങ്ങ് മാറി ഒരു ഇമോഷണൽ ട്രാക്കിലോട്ട് സിനിമ പോകും. ഒരു ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ ഉള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഡ്രാമ തന്നെയാണ് സിനിമ. ബട്ട് വാട്ട് ആ മേക്കിംഗ്. നമുക്ക് ഇതിനൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കാം, ഒരു ഇന്ത്യൻ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ക്ലാസ് മേക്കിംഗ്, കിളി പറക്ക്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിൽറ്റേഴ്സൊക്കെ ആയിക്കോട്ടും, ചില മിസ്റ്റ് ഫിൽറ്റേഴ്സൊക്കെ വെച്ചിട്ടൊക്കെ ഇവർ ചെയ്തേക്കുന്ന ലൈറ്റിങ്. നമ്മൾ വിചാരിക്കും ചിലപ്പോഴൊക്കെ ഭയങ്കര സിമ്പിളാണ്, 2 ക്യാൻഡിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിങ് ആയിരുന്നു. അതിൻ്റെ പൊന്നും, അത് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ വേറെ കുറേ പരിപാടികളുണ്ട്. അത് നിങ്ങളൊക്കെ വെറും ക്യാൻഡിൽ ലൈറ്റിൽ വെറുതെ മറ്റേ പ്രൈം ലെൻസ് തൊട്ട് ഷൂട്ട് ചെയ്യണമല്ല, അത് വേറെ. എൻ്റെ അമ്മ, അത് ഈ നൈറ്റ് സീക്വൻസസ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് വേറെ ലെവൽ. ഒരു സിനിമ ലവറിനൊക്കെ ഉണ്ടല്ലോ, പോയി സിനിമ കണ്ടിട്ട് നമ്മളിങ്ങനെ കിളി പറന്നിരിക്കും. ആ ലെവലിലാണ് സിനിമ എടുത്തു വെച്ചേക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മദർ സൺ റിലേഷൻഷിപ്പ്. കഷ്ടപ്പാട്, നമ്മൾ ഭയങ്കര രസമുള്ളൊരു പടം. വളരെ റിലേറ്റബിൾ ആയിരിക്കാം കുറേ പേർക്ക് ഈ സിനിമ. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഒന്നും പറയാനില്ല. ക്ലാസ് മേക്കിങ്ങും ക്ലാസ് പെർഫോമൻസും എന്താണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത്. എടുത്തു പറയേണ്ടത് സൗണ്ട് ഡിസൈൻ, ക്യാമറ വർക്ക്, ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ഒന്നും പറയല്ലേ. എഡിറ്റിംഗ് ഒക്കെ പിന്നെ ഇത് ഫ്ലാറ്റ് റേഷോ ആണ് കേട്ടോ. ഈ സിനിമ സ്കോപ്പല്ല, ഫ്ലാറ്റ് റേഷോ ആണ്. ദുബൈയിൽ ഐമാക്സ് അല്ലാതെ വേറൊരു ഫ്ലാറ്റ് റേഷോ സ്ക്രീനില്ല ഇവിടെ. അതൊരു വല്ലാത്ത മിസ്സാണ്. ബിക്കോസ് നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും PRX അല്ലല്ലേ, PXL അല്ലെങ്കിൽ മറ്റേ എപ്പിക് ക്യൂ, ഇതിൽ മസ്റ്റായിട്ടും കാണണം. നമ്മുടെ കൊച്ചി ഐമാക്സിലൊക്കെ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ, ബിക്കോസ് ഇറ്റ്സ് എ ഫ്ലാറ്റ് റേഷോ ഡിസ്പ്ലേയിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, യു ജസ്റ്റ് ഗോ ഇൻസൈഡ് ദ ഫ്രിക്കിൻ പടം. ഇറ്റ്സ് സോ ഗുഡ്. ടെക്നിക്കൽ ആസ്പെക്റ്റൊക്കെ എനിക്കൊന്നും പറയാനില്ല. അതേപോലെ തന്നെ ഇതിലെ നടി, യുവർ വേറെ ലെവൽ, വേറെ ഒന്നും പറയാനില്ല. ഗംഭീര ആക്ടിങ്. ആ കൊച്ചു പയ്യോൻ്റെ പൊന്നോ, അവനൊക്കെ വേറെ ലെവൽ. യെറ്റ് അഗെയിൻ ചിദംബരത്തിന് നല്ല ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഞാൻ ഇവിടെ
ആരെങ്കിലും പ്രൊഡ്യൂസറെ കാണാനുണ്ടെങ്കിൽ കുറച്ച് കോടികളൊക്കെ കൊടുക്കുക, ഒരു വലിയ പടം എടുക്കട്ടെ, വേറെ ലെവലായിരിക്കും. ഹീസ് എ ബ്രില്യൻ വെൻ ഇറ്റ് കംസ് ടു ടെക്നിക്കാലിറ്റി. വേറെ ലെവലാണ് അവൻ. ഹീ ക്യാൻ ഡു വണ്ടേഴ്സ് വിത്ത് മണി, വിത്ത് ബഡ്ജറ്റ്. പ്രോപ്പർ ബഡ്ജറ്റിൽ പ്രോപ്പർ ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻ ദ ബോയ് വാസ് എ ഗുഡ് വാച്ച്. ബട്ട് അഗൈൻ സ്ലോ ബേണറാണ്, മനസ്സിൽ വെച്ചേക്കുക. നിങ്ങളൊരു കൊല ത്രില്ലർ കാണാനായിട്ട് അങ്ങോട്ട് പോവരുത്, ഇതല്ല, ഇത് ദൃശ്യമല്ല എന്ന് ഞാൻ ഒന്നും കൂടെ പറയാണ്. വളരെ സ്ലോ ബേണായിട്ടുള്ള ഫാമിലി ഓറിയൻറ്റഡ് ആണ്. ത്രില്ലിങ് എലമെൻറ്റ്സ് ഉണ്ട്. ദർ ഇസ് ഹ്യൂമർ, ദർ ഇസ് ഡാർക്ക് ഹ്യൂമർ. ഞാൻ പറയില്ലേ, ഒരു 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 പടം, ഒരു ക്ലാസ് പടം എന്നാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഐ ആം ദ ഗോയിങ്. ഇനി വേറെ പടം ഉണ്ടോ? സൂപ്പർ ഗേൾ. ശരി എന്നാൽ.